രാജകുമാരനായും തമ്പുരാനായും ചക്രവർത്തിയായും ഉടയോനായും ഇടയ്ക്കൊക്കെ രാജ്യം നഷ്ടപ്പെട്ട രാജാവായും ഋതുഭേദങ്ങളെ നിറച്ചാർത്തണിയിച്ച മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടൻ. ജീവിതത്തിൽ ഒരുപക്ഷെ മലയാളികൾ ഏറ്റവും കൂടുതൽ ഉച്ചരിച്ചിട്ടുള്ള പേരുകളിലൊന്നായിരിക്കും മോഹൻലാൽ. ബുക്കിംഗ് ആപ്പുകളെ ക്രാഷ് ചെയ്യുന്ന രീതിയിൽ വിരലമർത്തി എമ്പുരാന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഓരോരുത്തരും വെള്ളിത്തിരയിൽ കാണാൻ ആഗ്രഹിക്കുന്നതും ആ നടന വിസ്മയത്തെ തന്നെയാണ്. ആഞ്ഞു വീശി എമ്പുരാൻ തരംഗം. ഒരിടത്തും ടിക്കറ്റില്ല, എവിടെ തിരിഞ്ഞാലും എമ്പുരാൻ ചർച്ചകൾ മാത്രം. എമ്പുരാൻ ബുക്കിങ്ങിൻ്റെ തിരക്കിനിടെ ഒരു കാര്യം മലയാളി ശ്രദ്ധിച്ചോ എന്തോ, പല തിയേറ്ററുകളും നൈസായി അങ്ങ് ടിക്കറ്റ് റേറ്റ് കൂട്ടിയിട്ടുണ്ട്. മലയാളികൾ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുന്ന ചിത്രമാണ് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാകുന്ന എമ്പുരാൻ. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തൊടുത്തുവിട്ട കൊടുങ്കാറ്റിൽ ആടിയുലഞ്ഞ മലയാള സിനിമയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നു എമ്പുരാൻ. നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട് എന്ന് ജതിൻ രാംദാസ് വെറുതെ പറഞ്ഞതല്ല. അയാൾ എങ്ങനെ എമ്പുരാനായി, ഖുറേഷി അബ്രഹാമായി? കെട്ടുകണക്കിന് ചോദ്യങ്ങളാണ് ഓരോ പ്രേക്ഷകന്റെയും മനസ്സിൽ എമ്പുരാനിലെ സ്റ്റീഫൻ നെടുമ്പള്ളിയെക്കുറിച്ച് ഉരുത്തിരിയുന്നത്. ഇന്ന് ആരാധകർ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് എമ്പുരാൻ എന്ന പേരിന്റെ അർത്ഥം തന്നെയാണ്. മോർ ദാൻ എ കിങ്, ലെസ് ദാൻ എ ഗോഡ് എന്നതാണ് എമ്പുരാൻ എന്ന ടൈറ്റിൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി കാര്യത്തിലേക്ക് വരാം. പബ്ലിക്കായി ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് കേരളത്തിലാകെ 700-ൽ പരം സിനിമാ തിയേറ്ററുകളാണ് ഉള്ളത്. ഇവയിലെല്ലാം ചേർന്ന് ഏതാണ്ട് 800 സിനിമാ സ്ക്രീനുകളുമുണ്ട്. ഒരു സ്ക്രീനിൽ ശരാശരി 60 മുതൽ 280 സീറ്റുകൾ വരെയാണുള്ളത്. ഒരു ദിവസം ശരാശരി 4 പ്രദർശനങ്ങൾ നടത്താം. അപ്പോൾ ഒരു ദിവസം കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലുമായി 6,40,000 ടിക്കറ്റുകളാണ് പരമാവധി വിൽക്കാൻ പറ്റുന്നത്. ഒരു ടിക്കറ്റിന് 180 രൂപയായും കണക്കാക്കാം. എല്ലാ തിയേറ്ററിലും 100% ഓക്യുപ്പൻസി ആണെങ്കിൽ 9,60,00,000 രൂപയാണ് ഒരു ദിവസം ആകെ പിരിഞ്ഞു കിട്ടുന്ന തുക. ഈ 9,60,00,000 രൂപയിൽ ടാക്സും വിതരണക്കാർക്കും തിയേറ്റർ ഉടമകൾക്കും ഒക്കെ കൊടുത്ത ശേഷം പരമാവധി നേർപകുതി നിർമ്മാതാവിന് ലഭിച്ചാലും ആദ്യ ദിവസം നിർമ്മാതാവിന് തിരിച്ചു കിട്ടുന്ന പരമാവധി തുക 3.5 കോടി മുതൽ 4 കോടി വരെ ആയിരിക്കും. ഇതേ നിലയിൽ ചുരുങ്ങിയത് 25 ദിവസം തുടർച്ചയായി സിനിമ ഓടിയെങ്കിൽ മാത്രമാണ് നിർമ്മാതാവിന് 100 കോടി രൂപ തിരികെ ലഭിക്കുന്നത്. ഇതിന്റെ ഏതാണ്ട് പകുതി കേരളത്തിന് വെളിയിൽ നിന്ന് കൂടി ലഭിക്കും എന്ന് കരുതുക. കേരളം എന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് തായം കളിക്കാനല്ല എമ്പുരാൻ, നേരാണെങ്കിൽ 200 കോടിയിലധികം മുടക്കിയത്. എമ്പുരാൻ ശരിക്കും മലയാള സിനിമയുടെ ബിസിനസ് ഗ്രാഫ് ഉയർത്തുന്ന അംബാസിഡർ മൂവി ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എമ്പുരാൻ കണ്ടോളൂ, മുൻവിധികളില്ലാതെ ആസ്വദിക്കും.